നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കുടിവെള്ളക്ഷാമം. കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞു. കൊച്ചി നഗരസഭാ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. മനാഫിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചത്. കൗൺസിലർമാരായ ഷെയ്നി മാത്യു, സുമിത് ജോസഫ്, ഷീജ നവാസ്, കവിത ഹരികുമാർ, ഫൗസിയ സജീർ, ലിസി സുമി, റഹീന റഫീഖ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനൽ ലിസ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിയന്തരമായി ഇടപെടാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. മട്ടാഞ്ചേരി പ്രദേശത്ത് വെള്ളം കയറും വളരെ മോശമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്ത് ചീത്തവെള്ളത്തിൻ്റെ വിഷയവും അതുപോലെ തന്നെ കുടിവെള്ളം നല്ല രീതിയിൽ വിതരണം നടക്കുന്നുണ്ട്. അതിനെ പ്രതിഷേധിച്ച് കൊച്ചിയിലുള്ള കൗൺസിലർമാർ നടത്തുന്നൊരു പ്രതിഷേധ പരിപാടി നടത്തിയതാണ്. ബഹുമാനപ്പെട്ട AXയോട് സംസാരിച്ച് AX ഈ വിഷയം AX ശ്രദ്ധപ്പെടുത്തുകയും എല്ലാ ഡിവിഷനിലും 1 മുതൽ 8 വരെയും അതിനുശേഷം 67 മുതലുള്ള ഡിവിഷനിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ഈ വിഷയത്തിനെതിരെ പ്രതിഷേധമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ കൗൺസിലറായതിനു ശേഷം നിരന്തരമായിട്ട് കുടിവെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പശ്ചിമ കൊച്ചിയിലെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സമരം നടത്തുകയുണ്ടായി. AXയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഓരോ പ്രദേശത്തെയും ഏതൊക്കെ ഏരിയയിലാണ് വെള്ളം വരാത്തതെന്ന് പറയുകയും അതോടൊപ്പം തന്നെ അതിനുള്ള നടപടിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ എല്ലാ പരിസരത്തും അതിൻ്റെ പരാതികൾ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ കറക്ഷൻ നടത്തി വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യാമെന്ന് AX ഏറ്റിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾക്ക് ഇപ്പോൾ 77 MLD വരേണ്ട സ്ഥാനത്ത് 62 MLD വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ടെന്നും AX പറഞ്ഞു. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കെല്ലാമുള്ള പരാതികളെല്ലാം കേട്ടുകൊണ്ട് അതിനുള്ള പരിഹാരം ചെയ്തു തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാകും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇവിടെ പ്രതിഷേധം അവസാനിപ്പിക്കും. കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇവിടെ നടന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ നിരവധി ആളുകൾ പരാതിയുമായിട്ട് ഇവിടെ കാത്തിരിക്കണേ, വാട്ടർ അതോറിറ്റി AXയുടെ മുമ്പിൽ കാത്തിരിക്കണേ. കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിച്ചു എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാദം പൊള്ളയായ ഒരു വാദമാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. വെള്ളം കിട്ടുന്നില്ല, വെള്ളം പല സ്ഥലത്തും ക്ഷാമമുണ്ട്, ആവശ്യത്തിന് കുടിവെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളത്തിന് പോലും കുടിക്കാൻ പോലും വെള്ളം തികയുന്നില്ല എന്നുള്ളൊരു നഗ്നമായ സത്യം ഇവിടെ തുറന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ നടപടി ഉണ്ടാകണം. കുടിവെള്ളം ആളുകളുടെ ജന്മാവകാശമാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വാട്ടർ അതോറിറ്റി ഉടനെ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് UDF മുന്നോട്ട് പോകും. മീറ്റിംഗ് കൂടിയ സമയത്ത് നിങ്ങൾ തന്നെ സംബന്ധിച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സോൾവ് ചെയ്തു. രണ്ടാമത്തെ മീറ്റിംഗ് ഞങ്ങൾ ആരും വിളിച്ചില്ല. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി സംബന്ധിച്ചു. നിങ്ങൾ എന്നെ സംബന്ധിച്ച വിഷയം ഓരോ ഓപ്പറേഷൻ ഞങ്ങളെ സമരത്തിന് നല്ല ഈ വയസ്സായ സ്ത്രീനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മര്യാദയുണ്ട്. ഞാൻ അവര് പറയുന്നത് പറഞ്ഞു വെച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം. ഈ മാസത്തിൽ പിന്നെ ഞാൻ അയച്ചു. ഇനി എന്നെ ഇങ്ങോട്ട് വളർത്തും. ഇനി ഞാൻ പറയില്ല. ഞാൻ ആ വയസ്സായ സ്ത്രീ പൊക്കിക്കൊണ്ടിട്ട് ഞാൻ ഡ്യൂട്ടിന് ജോലി കഴിഞ്ഞ് പറഞ്ഞ് ലീവ് എടുത്ത് എന്റെ ഒരു ദിവസം ലീവ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാക്കനാടാൻ ജോലി ഈ സോപ്പാക്കി അവരുടെ ലീവ് എടുത്തിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അമ്മ പോവണ്ട സുജാത. അപ്പൊ അവിടെ ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോ ചേച്ചിനോട് വന്നപ്പോ നിങ്ങൾ മേഡത്തിനോട് ചെന്ന് പറയും അങ്ങനെ ഇങ്ങനെയാണ് അവരെ വീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.